നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കോർപ്പറേഷനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്, കോപ്പറേറ്റീവ് ഫ്ലാഗ്. ആ ഭാഗത്തു നിന്ന് ചോദ്യങ്ങളൊക്കെ എപ്പോഴും ആവർത്തിച്ച് കാണാറുള്ളതാണ്. നമുക്ക് നോക്കാം. കോപ്പറേറ്റീവ് ഫ്ലാഗ് അല്ലെ, കോപ്പറേറ്റീവ് ഫ്ലാഗ്, കോർപ്പറേഷൻ, സഹകരണം, അതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു കോപ്പറേറ്റീവ് ഫ്ലാഗ് ഒക്കെ ഉണ്ട്. 1896 മുതലാണ് അതിന്റെ ആ ഒരു ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് ഫ്ലാഗുമായി ബന്ധപ്പെട്ട് ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് 1896 മുതലാണ്. കോപ്പറേറ്റീവ് ഫ്ലാഗ് എന്ന് പറയുന്ന ആ ഒരു ആശയം അല്ലെ ആദ്യമായിട്ട് ഉടലെടുത്തത് 1896 മുതലാണ്. കോപ്പറേറ്റീവ് ഫ്ലാഗ് വേണം, അതിന് ഡിസൈൻ ചെയ്യണം എന്നൊക്കെ ഒരു അഭിപ്രായം വന്നു തുടങ്ങിയത് 1896 മുതലാണ്. 1896 റെയിൻബോ എംബ്ലം, ഈ പറയുന്ന കോപ്പറേറ്റീവ് ഫ്ലാഗുമായി ബന്ധപ്പെട്ട് റെയിൻബോ എംബ്ലം സജസ്റ്റ് ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ഈ ബെർണാഡോട്ട് ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വ്യക്തിയുടെ പേര്. ഈ ബെർണാഡോട്ട് ആണ് റെയിൻബോ എംബ്ലം, കോപ്പറേറ്റീവ് ഫ്ലാഗുമായി ബന്ധപ്പെട്ട് റെയിൻബോ എംബ്ലം സജസ്റ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഈ ബെർണാഡോട്ട് ആണ്. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1896 സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. 1921 വളരെ പ്രധാനപ്പെട്ടത് ചാൾസ് ഗൈഡ്, വ്യക്തിയുടെ പേരും വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്രാൻസുകാരനാണ്, അതും ചോദിച്ചിട്ടുണ്ട്. ചാൾസ് ഗൈഡ് ഏത് രാജ്യക്കാരനാണ്? ഫ്രാൻസുകാരനാണ്. അദ്ദേഹമാണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത്. ഓക്കെ ആണല്ലോ. അപ്പൊ കോപ്പറേറ്റീവ് ഫ്ലാഗ് അഥവാ റെയിൻബോ എംബ്ലം സജസ്റ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഈ ബെർണാഡോട്ട്. എന്നാൽ കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് വർഷം 1921. ചാൾസ് ഗൈഡ് ആണ്. ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസുകാരനാണ്. 1923 ഈ പറയുന്ന കോപ്പറേറ്റീവ് ഫ്ലാഗ് ആദ്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, കോപ്പറേറ്റീവ് ഫ്ലാഗ് ആദ്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 1923 ഫസ്റ്റ് കോപ്പറേറ്റീവ് ഡേയിലാണ്. ഫസ്റ്റ് കോപ്പറേറ്റീവ് ഡേ അല്ലെ, കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് 7 ജൂലൈ 1923 തൊട്ടാണ് അല്ലെ, കോപ്പറേറ്റീവ് ഡേ, സഹകരണ ദിവസം. ആ ദിവസമാണ് ആദ്യമായിട്ട് 1923 ആദ്യമായിട്ട് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. 1924 ഈ പറയുന്ന ICAയുടെ ആനുവൽ കോൺഗ്രസ് ലണ്ടനിൽ വെച്ച് നടന്ന ICA, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിന്റെ ആനുവൽ കോൺഗ്രസ്സിൽ ഈ പറയുന്ന കോപ്പറേറ്റീവ് ഫ്ലാഗ് ആദ്യമായിട്ട് ഉയർത്തിയത്, ഹോസ്റ്റ് ചെയ്തത് 1924 വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 1925 എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ റെയിൻബോ ഫ്ലാഗ് അഥവാ ഈ പറയുന്ന കോപ്പറേറ്റീവ് ഫ്ലാഗ് ആദ്യമായിട്ട് അപ്രൂവ് ചെയ്ത വർഷമാണ് 1925, അംഗീകരിച്ചത് 1925. എന്നാൽ ഇപ്പോൾ നിലവിലുള്ള ICAയുടെ ഫ്ലാഗ്, പുതിയ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്ത വർഷമാണ് 2001. ഇപ്പൊ പുതിയൊരു ഫ്ലാഗ് വന്നിട്ടുണ്ട്. 2001 അത് നിലവിൽ വന്നത്. 2021 ന്യൂ ഫ്ലാഗ് ICAയുടെ ന്യൂ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്ത വർഷം 2001. ഇപ്പൊ ഈ വർഷങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. 1896 ഈ പറയുന്ന കോപ്പറേറ്റീവ് ഫ്ലാഗ് എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് ഉടലെടുത്തത്. റെയിൻബോ എംബ്ലം സജസ്റ്റ് ചെയ്തത് ഈ ബെർണാഡോട്ട് ആണ്. 1921 ചാൾസ് ഗൈഡ്, ഫ്രാൻസുകാരനാണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത്. 1923 ഈ പറയുന്ന ICA ആദ്യമായിട്ട് ഈ പറയുന്ന കോപ്പറേറ്റീവ് ഫ്ലാഗ് അവരുടെ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷനിൽ 7/7/1923 കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നാണ് ആദ്യമായിട്ട് ഈ പറയുന്ന ICA ഈ കോപ്പറേറ്റീവ് ഫ്ലാഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 1924 ICAയുടെ ആനുവൽ കോൺഗ്രസ്സിൽ ഈ പറയുന്ന കോപ്പറേറ്റീവ് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നു. 1925 റെയിൻബോ ഫ്ലാഗ് അപ്രൂവ് ചെയ്യുന്നു. 2001 ന്യൂ ഫ്ലാഗ് ICA അഡോപ്റ്റ് ചെയ്യുന്നത്. അടുത്ത കോപ്പറേറ്റീവ് ഫ്ലാഗിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കോപ്പറേറ്റീവ് ഫ്ലാഗിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റെയിൻബോ ഫ്ലാഗ് കേട്ടോ. റെയിൻബോ കളേഴ്സ് നമുക്കറിയാം. 7 കളേഴ്സ് ഓരോന്നിനെ സൂചിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പൊ റെയിൻബോ ഫ്ലാഗ് എന്നറിയപ്പെടുന്നത് കോപ്പറേറ്റീവ് ഫ്ലാഗ് ആണ്. അതുകൊണ്ട് തന്നെ റെഡ് ആയിരിക്കും അതിന് ടോപ്പ് കളർ. റെയിൻബോ വിബ്ജിയോർ എന്ന് പറയുമ്പോൾ അല്ലെ, റെയിൻബോ കളേഴ്സ് ആണ് വിബ്ജിയോർ. അതിലെ റെഡ് എന്ന് പറയുന്ന ടോപ്പ് കളറാണ്. ചോദിച്ചാണ് ഈ പറയുന്ന റെയിൻബോ ഫ്ലാഗ് ഉയർത്തുന്ന സമയത്ത് അതിലെ ടോപ്പ് കളറായിട്ട് വരുന്നത് റെഡ് കളറാണ്. അതിന്റെ ബോട്ടം, താഴ്ഭാഗത്തെ കളറായിട്ട് വരുന്നത് വയലറ്റ് കളറാണ്. ഓർത്ത് വെച്ചോണം, റെയിൻബോ ഫ്ലാഗിന്റെ ഏറ്റവും ടോപ്പ് കളർ റെഡും ഏറ്റവും ബോട്ടം കളറായിട്ട് വരുന്നത് വയലറ്റുമാണ്.
അതുപോലെ തന്നെ റെയിൻബോ ഫ്ലാഗിൽ എത്ര സ്ട്രിപ്സുകൾ എത്ര ഇങ്ങനെ മടക്കുകൾ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 6 സ്ട്രിപ്സുകളാണ് വന്നിട്ടുള്ളത്. പുറത്തു വെച്ചോണം, റെയിൻബോ ഫ്ലാഗിൽ എത്ര സ്ട്രിപ്സുകളാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ 6 സ്ട്രിപ്സുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഫ്ലാഗ് ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലാഗിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ്. ഫ്ലാഗ് ഉയർത്തുന്ന ആ ഒരു മുദ്രാവാക്യം എന്താണെന്ന് വെച്ചാൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. വളരെ പ്രധാനപ്പെട്ട് ഈ പറയുന്ന കോപ്പറേറ്റീവ് ഫ്ലാഗുമായി ബന്ധപ്പെട്ട് ഫ്ലാഗിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഫ്ലാഗിന്റെ ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ ചോദിച്ചിട്ടുണ്ട് 3:2. ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള, നീളവും വീതിയും തമ്മിലുള്ള അംശം എന്താ 3:2 ആണ് കോപ്പറേറ്റീവ് ഫ്ലാഗിന്റെ. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഫ്ലാഗിന്റെ സിഗ്നിഫിക്കൻസ് കളേഴ്സ് എന്തൊക്കെയാണ്, അത് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. റെഡ് ഡിനോട്ട് ചെയ്യുന്നത് ഹ്യൂമാനിറ്റി ആണ്, ബ്ലൂ ഡിനോട്ട് ചെയ്യുന്നത് ഡെമോക്രസി ആണ്, യെല്ലോ ഡിനോട്ട് ചെയ്യുന്നത് ഇക്വിറ്റി ആണ്. ഇത് സിഗ്നിഫിക്കൻസ് കളേഴ്സ് ആണ് കേട്ടോ. കോപ്പറേറ്റീവ് ഫ്ലാഗിന്റെ സിഗ്നിഫിക്കൻസ് കളേഴ്സ് ആണ്. ഐഡിയൽസ് കളേഴ്സ് നമുക്ക് പറയാം. അപ്പൊ സിഗ്നിഫിക്കൻസ് കളേഴ്സ് റെഡ് ഹ്യൂമാനിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നു, ബ്ലൂ ഡെമോക്രസി ആണ്, യെല്ലോ ഇക്വിറ്റി ആണ്. അടുത്ത ഐഡിയൽസ് ഓഫ് കളേഴ്സ്, അതാണ് നമുക്ക് പഠിക്കാനുള്ള ഐഡിയൽസ് ഓഫ് കളേഴ്സ്. വയലറ്റ് പുതിയ ഐഡിയൽസ് ആണ് ഞാൻ പറയുന്നത്, മാറി വന്ന പുതിയ ഐഡിയൽസ് ഓഫ് കളേഴ്സ് ആണ് പറയുന്നത്. വയലറ്റ് ഫെൽറ്റ് നീഡ് എന്നാണ്, വയലറ്റ് ഫെൽറ്റ് നീഡ് ആണ്. ഇൻഡിക്കോ ഹാർമണി, ബ്ലൂ ജസ്റ്റിസ് ആണ്. ഗ്രീൻ എന്താണ്, യൂത്ത് ഗ്രോത്ത് പ്രോസ്പെരിറ്റി. യെല്ലോ എന്താണ്, ക്വാളിറ്റി ആൻഡ് ഹാപ്പിനെസ്. ഓറഞ്ച് കറേജ്. റെഡ് എന്താണ്, ഡൈനാമിക് ആൻഡ് ഫണ്ടമെന്റൽ ചേഞ്ചസ്. അപ്പം വയലറ്റ് ഫെൽറ്റ് നീഡ്, ഇൻഡിക്കോ ഹാർമണി, ബ്ലൂ ജസ്റ്റിസ്, ഗ്രീൻ യൂത്ത് ഗ്രോത്ത് പ്രോസ്പെരിറ്റി, യെല്ലോ ക്വാളിറ്റി ആൻഡ് ഹാപ്പിനെസ്, ഓറഞ്ച് കറേജ്, റെഡ് ഡൈനാമിക് ആൻഡ് ഫണ്ടമെന്റൽ ചേഞ്ച്. ന്യൂ ഐഡിയൽസ് ഓഫ് കളേഴ്സ് ആണ് നമ്മൾ ഇനി പറയുന്നത്. നേരത്തെ പറഞ്ഞ ഓൾഡ് ഐഡിയൽസ് ഓഫ് കളേഴ്സ് ആണ്. ഇപ്പൊ പുതുതായിട്ട് പറഞ്ഞ ന്യൂ ഐഡിയൽസ് ഓഫ് കളേഴ്സ്. അങ്ങനെ എടുത്തായിരിക്കും ചോദിക്കുന്നത്, ഓപ്ഷൻ പ്രകാരം അത് നമ്മൾ ആൻസർ ചെയ്യണം. ന്യൂ ഐഡിയൽസ് ഓഫ് കളേഴ്സ് എന്ന് വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പുതിയ കാര്യങ്ങൾ എഴുതിയാൽ മതി. എന്നാൽ ഓൾഡ് രീതിയിലാണ് ഓപ്ഷനകത്ത്, ഓൾഡ് അർത്ഥത്തിലുള്ള കാര്യങ്ങളാണ് ഓപ്ഷനകത്ത് ഓരോ നിറങ്ങളും പറയുന്നതെങ്കിൽ അതനുസരിച്ച് എഴുതാം. നോക്കാം. റെഡ് ആണ് കറേജിനെ പറ്റി പറയുന്നത്. ന്യൂ ഐഡിയൽസ് കളേഴ്സ് ആണ് പറയുന്നത്. റെഡ് കറേജ്. ഓറഞ്ച് വിഷൻ ഓഫ് പോസിബിലിറ്റി. ഓറഞ്ച് എന്താണ്, വിഷൻ ഓഫ് പോസിബിലിറ്റി. യെല്ലോ ചലഞ്ച് ദ സ്ക്രീൻ ഹാസ് കിൻഡിൽഡ്. അപ്പം ഇത് മുഴുവനായിട്ടൊന്നും പഠിച്ചു വെക്കണ്ട, നമ്മൾ ചില വാക്കുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ റെഡ് കറേജ് ആണ്, ഓറഞ്ച് വിഷൻ ഓഫ് പോസിബിലിറ്റി ആണ്, ചലഞ്ചസ് ദാറ്റ് ഗ്രീൻ അത്രയും പഠിച്ചാൽ മതി. അവിടെ യെല്ലോയുടെ ചലഞ്ചസ് ദാറ്റ് ഗ്രീൻ. ഗ്രീൻ ചലഞ്ചസ് ടു സ്ട്രൈവ് ഫോർ മെമ്പർഷിപ്പ്. വേറെ കുറെ ഉണ്ട്, എങ്കിലും പഠിച്ചു വെക്കാനുള്ള എളുപ്പമാണ് പറഞ്ഞത്. ചലഞ്ചസ് ടു സ്ട്രൈവ് ഫോർ മെമ്പർഷിപ്പ്, ഗ്രോത്ത് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എയിംസ് ആൻഡ് വാല്യൂ ഓഫ് കോപ്പറേഷൻ. സ്കൈ ബ്ലൂ ഡിനോട്ട് ചെയ്യുന്നത് സജസ്റ്റ് ഫാർ ഹൊറിസോൺ. അത്രയും പഠിച്ചാൽ തന്നെ മതി കേട്ടോ. സജസ്റ്റ് ഫാർ ഹൊറിസോൺ. ഡാർക്ക് ബ്ലൂ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, റെപ്രസെന്റ് ദ ലെസ് ഫോർച്ചുനേറ്റ് പീപ്പിൾ. who can learn to help themselves through cooperation. വയലറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് വാംത്ത്, ബ്യൂട്ടി, ഫ്രണ്ട്ഷിപ്പ്. വയലറ്റ് ഡിനോട്ട് ചെയ്യുന്നത് വാംത്ത്, ബ്യൂട്ടി, ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ ന്യൂ ഐഡിയൽസ് ഓഫ് കളേഴ്സ് വ്യക്തമായിട്ട് പഠിക്കണം. ഇത് ഈ പറയുന്ന ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കാറുണ്ട്. അടുത്ത നമ്മൾ കോപ്പറേറ്റീവ് ഫ്ലാഗുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. നമുക്ക് അതൊക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതെന്ന് നോക്കാം. ദ റെയിൻബോ ഫ്ലാഗ് ഈസ് ദ ഫ്ലാഗ് ഓഫ്. റെയിൻബോ ഫ്ലാഗ് ആരുടെ ഫ്ലാഗ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെയിൻബോ ഫ്ലാഗ് നമുക്കറിയാം. റെയിൻബോ ഫ്ലാഗ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിന്റെയാണ്, അല്ലെ, അഥവാ ICAയുടെ ഫ്ലാഗ് ആണ് റെയിൻബോ ഫ്ലാഗ്. പഠിച്ചു വെച്ചോണം, ICAയുടെ ഫ്ലാഗ് ആണ് റെയിൻബോ ഫ്ലാഗ്. ഇൻ ദ കോപ്പറേറ്റീവ് ഫ്ലാഗ് ദ റെഡ് കളർ ഷുഡ് ബറ്റ്. റെഡ് കോപ്പറേറ്റീവ് ഫ്ലാഗിൽ റെഡ് എന്ന് പറയുന്ന കളർ എവിടെയാണ് സൂചിപ്പിക്കുന്നത്? എവിടെയാണ്? റെഡ് ടോപ്പ് കളർ, വയലറ്റ് ബോട്ടം കളർ. ഇപ്പൊ റെഡ് എന്താണ്? ടോപ്പ് കളറാണ്, അല്ലെ, ടോപ്പ് പൊസിഷനിലാണ് റെഡ് കളർ കാണിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഇതിൽ ഏതാണ് സ്റ്റേറ്റ്മെന്റ് ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോപ്പറേറ്റീവ് ഫ്ലാഗ് ഹാസ് 7 കളേഴ്സ്. കോപ്പറേറ്റീവ് ഫ്ലാഗിന് 7 കളേഴ്സ് ആണല്ലോ. ശരിയാണോ? ശരിയാണ്, ട്രൂ ആണ്. കോപ്പറേറ്റീവ് ഫ്ലാഗ് വാസ് ഡിസൈൻഡ് ബൈ NCUI.
കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്ത് MCUA ആണെന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല, നമ്മൾ പഠിച്ചതാണ്. ആരാണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത്? ചാൾസ് കൈഡ് ആണ്. അപ്പോൾ ബി എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. ഈ ബെർണാഡോട്ട് ഡിസൈൻ ദ ഫ്ലാഗ്. ഈ ബെർണാഡോട്ട് ഡിസൈൻ ചെയ്തെന്നാ പറയുന്നത്. അങ്ങനെയാണോ? ഈ ബെർണാഡോട്ട് കോപ്പറേറ്റീവ് ഫ്ലാഗ് സജസ്റ്റ് ചെയ്തേ ഉള്ളൂ, അഥവാ റെയിൻബോ ഫ്ലാഗ് സജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ഈ ബെർണാഡോട്ട് ഡിസൈൻ ചെയ്തത് ആരാ? അത് ചാൾസ് കൈഡ് ആണ്. അപ്പോൾ ഈ പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷനും തെറ്റാണ്. അപ്പം ശരിയായിട്ടുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് എ ഓൺലി ട്രൂ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ പറയുന്ന കോപ്പറേറ്റീവ് ഫ്ലാഗ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരാം. ഓക്കെ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആ ഒരു കുഞ്ഞു ടോപ്പിക് കോപ്പറേറ്റീവ് ഫ്ലാഗ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.